നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPIക്ക് ഇപ്പോൾ ഒരു ഭയം ആവേശിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, തങ്ങളുടെ സീറ്റുകളിൽ BJP തങ്ങൾക്ക് പണി തരുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ CPIക്കുള്ളത്. കാരണം CPIയുടെ കയ്യിലിരിക്കുന്ന തൃശ്ശൂർ, ചാത്തന്നൂർ തുടങ്ങിയ സീറ്റുകളിൽ BJPക്ക് കണ്ണുണ്ട്. മാത്രമല്ല, അവിടെ BJP ജയിക്കാൻ സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ പോലുള്ള സീറ്റ്, അവിടെയും മത്സരിക്കുന്നത് CPI സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരും തൃശ്ശൂരും ചാത്തന്നൂരും പോലുള്ള മണ്ഡലങ്ങളിൽ BJP തങ്ങൾക്ക് പാലം വലിക്കുമോ എന്നുള്ള ഭയം CPIക്ക് ഇപ്പോൾ നന്നായി കയറിയിട്ടുണ്ട്. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI എടുത്ത നിലപാട് അത് BJPയെ നന്നായി അലോസരപ്പെടുത്തിയിരുന്നു. CPIയുടെ നിർബന്ധം കൊണ്ടാണ് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പ്രഖ്യാപിച്ചതും കേന്ദ്രത്തിന് കത്തെഴുതിയത്. ഇത് BJP നേതൃത്വത്തെ തെല്ലല്ല അലോസരപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ CPI ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി BJPക്ക് ഒരു തടയാകുന്നു. അല്ലെങ്കിൽ PM ശ്രീ പോലുള്ള പദ്ധതി കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ, അത് കേന്ദ്ര ഗവൺമെൻറ് പ്രസ്റ്റീജ് പദ്ധതിയാണ്, മോദിയുടെ പ്രസ്റ്റീജ് പദ്ധതിയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതി ആയതുകൊണ്ട് അത് തലമുറകളോളം വലിയ അനന്തര ഫലങ്ങൾ ഉളവാക്കുന്നതുമാണ്. BJPക്കും RSSനും സംഘപരിവാറിനും ഒക്കെ പുതിയ തലമുറയ്ക്ക് മേൽ ബൗദ്ധികമായ ആധിപത്യം സ്ഥാപിക്കാൻ ഇതുവഴി കഴിയുമെന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ്റ്റീജ് പരിപാടിയായ PM ശ്രീ പദ്ധതി കേരളത്തിൽ മുടക്കിയത് CPI ആണെന്നുള്ള ഒരു കെറിവ് അല്ലെങ്കിൽ ഒരു ദേഷ്യം, രോഷം BJPക്ക് നന്നായി ഉണ്ടത്രയും. അങ്ങനെ വരുമ്പോൾ BJP ഈ മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് പണി തരുമോ എന്നുള്ള ഭയം നന്നായി CPIക്കുണ്ട്. കാരണം BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ് പലതും. CPIയുടെ മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, ചാത്തന്നൂർ മാത്രമല്ല, ചടയമംഗലം പോലുള്ള മണ്ഡലവുമെല്ലാം BJPക്ക് നല്ല ശക്തിയുള്ള, നല്ല വോട്ടുള്ള മണ്ഡലങ്ങളാണ്. അവിടെ BJP ഏത് തീരുമാനമെടുത്താലും അത് CPIയെ ഭയങ്കരമായി ബാധിക്കും. നിഷ്പ്രയാസം CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വരെ BJPക്ക് കഴിയും. അങ്ങനെ BJP CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാൽ CPM നോക്കി നിൽക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് CPM എടുക്കും. കാരണം CPI മത്സരിക്കുന്ന ഏത് സീറ്റ് CPM എടുത്താലും അവർ അവിടെ വിജയിക്കുന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ CPI പരാജയപ്പെടുന്ന സീറ്റുകൾ CPM നോക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നെടുമങ്ങാട് പോലുള്ള സീറ്റുകൾ, ചാത്തന്നൂർ പോലുള്ള സീറ്റുകൾക്ക് അവിടെയൊക്കെ CPI പരാജയപ്പെട്ട പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM ആ സീറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതോടെ CPIക്ക് ആ സീറ്റ് നഷ്ടപ്പെടും. ഈ ഭയം, ഉൾഭയം നന്നായിട്ട് CPIക്കുണ്ട്. പുറമേ വലിയ വീരസ്യമൊക്കെ കാണിക്കുമെങ്കിലും വിനോയ് വിശ്വസിനടക്കം CPI നേതാക്കൾക്കടക്കം എല്ലാവർക്കും ഈ ഭയമുണ്ട്. കാരണം CPIയുടെ സ്ഥാനാർത്ഥികൾക്ക് BJP പണി കൊടുത്തവർ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ CPIയുടെ സീറ്റ്, ഇപ്പോൾ തൃശ്ശൂർ സീറ്റ് BJP പിടിക്കുമെന്നുള്ള ഒറ്റ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ്. കൊടുങ്ങല്ലൂർ സീറ്റിലും അവർക്ക് സാധ്യതയുണ്ട്, ചാത്തന്നൂർ സീറ്റിലും മറ്റ് സാധ്യത. അപ്പോൾ അതെല്ലാം BJP വേണമെങ്കിൽ വിചാരിച്ചാൽ പിടിക്കാൻ കഴിയുന്ന സീറ്റുകളാണ്. അങ്ങനെ സംഭവിച്ചാൽ അവിടെ BJP ജയിച്ചാലും, അവിടെ അല്ലെങ്കിൽ UDF ജയിച്ചാലും CPI തോറ്റാൽ ആ സീറ്റ് CPM ഏറ്റെടുക്കുന്ന കാര്യത്തിൽ CPIക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ BJP അറിഞ്ഞ് പണി തരുമോ എന്നുള്ളൊരു ഭയം CPIക്ക് നന്നായിട്ടുണ്ട്. CPI യഥാർത്ഥത്തിൽ ഒരു BJP ഭയം പിടികൂട്ടിയിട്ടുണ്ട്. ഈ PM ശ്രീ പദ്ധതിയിലേക്ക് ഇറങ്ങി ചാടിപ്പോയി തങ്ങളത് പറഞ്ഞ് വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കി സർക്കാരിന് അത് പിന്മാറേണ്ടി വന്നു. അതിൻ്റെ വിജയാഘാതം കഴിഞ്ഞപ്പോഴാണ് അവർ ഓർത്തത്, എടാ ഇങ്ങനൊരു പണി ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, ഇവർ നമുക്കൊരു പണി തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ. അങ്ങനെ ഒരു CPIക്ക് BJP ഭീതി അങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. CPMന് BJP ഭീതി ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിന് BJP ഭീതിയായിട്ടുണ്ട്. പക്ഷേ CPIക്കൊരു BJP ഭീതി ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതാ ഇപ്പോൾ അവർക്ക് അതും ഉണ്ടായിക്കഴിഞ്ഞു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് BJPയുടെ രോഷം തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഭയം CPIയുടെ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവർക്കുമുണ്ട്, CPI എന്ന പാർട്ടിക്കുമുണ്ട്. ഏതായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണെന്നുള്ളൊരു സംസാരം CPI സ്ഥാനാർത്ഥികളുടെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.